ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഒരു ആശയം ഒത്തിരി വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നിടത്ത് ഒരു ക്യാമറയിലെ ഒരു ക്ലിക്കിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പകർന്നാട്ടം നടത്തുന്ന കലയാണ് ഫോട്ടോഗ്രാഫി. എല്ലാ വർഷവും ലോകമെങ്ങും ഫോട്ടോഗ്രാഫി ദിനമായി ആഘോഷിക്കുന്നു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഇന്നലകൾ ഇന്ന്. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 19-നാണ് ലോക ഫോട്ടോഗ്രാഫി ദിനം ആഘോഷിക്കുന്നത്. ലോകമാകമാനം ഫോട്ടോഗ്രാഫർമാർ അവരുടെ കഴിവിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും പ്രദർശന ദിനമായി ഈ ദിവസത്തെ കാണുന്നു. 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം. അത്രയേറെ ആശയ കൈമാറ്റത്തിന് ഒരു ചിത്രത്തിലൂടെ, ഒരു ഫോട്ടോഗ്രാഫിയിലൂടെ കഴിയുന്നു. ഫോട്ടോഗ്രാഫിക്ക് ചില ചരിത്രങ്ങൾ പറയാനുണ്ട്. ഫ്രഞ്ചുകാരനായ ലൂയി ടെഗ്വേരയെയാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവായി കാണുന്നത്. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഈ വിദ്യയെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടത്രേ. ലോകത്തിലെ ആദ്യത്തെ പിൻഹോൾ ക്യാമറയായ ഒബ്സ്ക്യൂറയുടെ പിറവിക്ക് പിന്നിലും അരിസ്റ്റോട്ടിലിന്റെ തത്വമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇരുട്ട് മുറിയിലേക്ക് ചെറിയൊരു സുഷിരത്തിലൂടെ കടത്തിവിടുന്ന പ്രകാശകിരണങ്ങൾ മുറിയുടെ പ്രതലത്തിൽ തലകീഴായി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തത്വമാണ് അരിസ്റ്റോട്ടിൽ ലോകത്തോട് പറഞ്ഞത്. 1830-ലാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഫോട്ടോഗ്രാഫി എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. ഫോട്ടോഗ്രാഫിയുടെ ആദിമരൂപമായ ഡൈഗ്രോടൈപ്പ് എന്ന ഉപകരണം ഫ്രഞ്ച് സർക്കാർ ലോകത്തിനു മുൻപിൽ സമർപ്പിച്ചത് 1879 ഓഗസ്റ്റ് 19-നാണ്. അതുകൊണ്ടാണ് ലോക ഫോട്ടോഗ്രാഫി ദിനം ഓഗസ്റ്റ് 19-ന് ആഘോഷിക്കുന്നത്. ഫോട്ടോഗ്രാഫി മേഖലയിലെ വലിയൊരു കുതിപ്പായിരുന്നു ഇത്. ലോകത്തിലാദ്യമായി ക്യാമറയിലൂടെ ഒരു ചിത്രമെടുത്തത് ഫ്രഞ്ചുകാരനായ ജോസഫ് നീസീം ഫോർനെയ്ബ്സ് ആണ്. 1826-ൽ ഫ്രാൻസിലെ ബർഗണിയിലെ തന്റെ വീടിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് അദ്ദേഹം ലോകത്തിലെ ആദ്യ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ഹീലിയോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അദ്ദേഹം ലോകത്തിനു മുൻപിൽ ആദ്യമായി ഫോട്ടോഗ്രാഫിയുടെ വിസ്മയം തീർത്തത്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ആദ്യമായി കളർ ചിത്രം പകർത്തിയത്. 20-ാം നൂറ്റാണ്ടിലാണ് ആദ്യ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ പിറവി. 1957-ലാണ് ആദ്യമായി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ജനിക്കുന്നത്. സ്റ്റീഫൻ സാസെങ് ആണ് ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചത്. പിന്നീട് നിരവധി സാങ്കേതിക വിദ്യയുള്ള ക്യാമറകൾ കണ്ടുപിടിക്കപ്പെട്ടു. എത്രയോ പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള ഗ്രഹങ്ങളെ വരെ ക്യാമറയിൽ പകർത്താൻ കഴിയുന്ന തരത്തിൽ ഫോട്ടോഗ്രാഫി മേഖല വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ മൊബൈൽ ഫോൺ പ്രചാരത്തിലായതോടെ ഫോട്ടോഗ്രാഫി വളരെയേറെ ജനകീയമായി മാറി. ഇന്ന് ഫോട്ടോഗ്രാഫിയുടെ വളർച്ച പ്രവചനാതീതമാണ്. കൊച്ചുകുട്ടികൾ വരെ നല്ല ഫോട്ടോഗ്രാഫർമാരായി മാറിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരവും പൈതൃകവുമൊക്കെ വെളിവാകുന്നതും പല ചരിത്ര വസ്തുതകളും കഥാപാത്രങ്ങളും കൺമുമ്പിൽ എത്തുന്നതും ഇന്ന് ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. മൊബൈൽ ഫോൺ വന്നപ്പോൾ സെൽഫിയില്ലാത്ത ആഘോഷങ്ങളുമില്ല. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.